ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 3 ക്രാഫ്റ്റ് ഐഡിയാസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രാഫ്റ്റ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഷോർട്ട് നോട്ട് പാഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു 3 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് നീളത്തിൽ ഇതേപോലെ ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും പേജസ് ഇതേപോലെ ഒരേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഇത് ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഹോൾ പഞ്ചർ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഹോൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ആദ്യം തന്നെ ഹോൾ ഇട്ട് കൊടുക്കുന്ന ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഹോൾ പഞ്ച് വെച്ചിട്ട് മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് ഹോൾ പഞ്ചർ ഇല്ലെങ്കിൽ വിഷമിക്കണ്ട, പിന്നെ നിങ്ങൾ കോമ്പസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കത്രിക കൊണ്ടോ ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഒരു പേപ്പർ ത്രെഡ് വെച്ചിട്ട് ഞാൻ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ 2 ഹോളിലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഷോർട്ട് നോട്ടിൻ്റെ പണി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡോംസിൻ്റെ ബ്രഷ് പെന്നാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഈ ബ്രഷ് പെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്നൊരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ 2 കളർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒന്ന് ഗ്രീനും പിന്നെ ഈ ഒരു ഷെയ്ഡ് ബ്ലൂവും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വേഗം തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ കുറച്ചുകൂടെ ഒന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റിക്കറും കൂടി ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ടൊരു പൗച്ചാണ് കേട്ടോ. നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്ത് മടക്കി കൊടുക്കുക. എന്നിട്ട് ആ 2 ഗ്യാപ്പ് വരുന്ന ആ 2 ഭാഗത്ത് വാഷി ടേപ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വാഷി ടേപ്സ് ഇല്ലെങ്കിൽ പിന്നെ ട്രാൻസ്പെറൻറ്റ് ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ അതും ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാഷി ടേപ്സ് ആണ്. അപ്പോൾ അതിൻ്റെ മേൽഭാഗത്തും ഇതേപോലെ 2 സൈഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെയും കുറച്ചൊന്ന് ഒരു ആസ്തറ്റിക് ആവാൻ വേണ്ടിയിട്ട് 2 സൈഡും വാഷി ടേപ്സ് ഒന്ന് ഒട്ടിച്ച് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതൽ അലങ്കാര പണിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അപ്പോൾ ഒന്ന് ഫ്രണ്ട് ഭാഗത്ത് അടക്കാനും തുറക്കാനും ഉള്ള ഭാഗത്ത് ഒരു സ്റ്റിക്കർ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്കിംഗ് ആണോ നോക്കാം. അപ്പോൾ ഞാനിതിൽ എൻ്റെ സ്കെച്ച് പെന്നൊന്ന് ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നോട്ട് പാഡാണ് കേട്ടോ. ഈ നോട്ട് പാഡ് നമുക്ക് സ്കൂളിൽ ഹോംവർക്കും കാര്യങ്ങളൊക്കെ മറന്നു നടക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റോ കാര്യങ്ങളോ അസൈൻമെൻറ്റോ ഉണ്ടെങ്കിൽ ഡേറ്റൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ നോട്ട് പാഡൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തത് തീം ഒരു ടെഡീൻ്റെയാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ബ്രഷ് പെൻ വെച്ചിട്ട് ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പേജസും കൂടി ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം ഡിസൈൻ ചെയ്തെടുത്തതിന് ശേഷം ഇത് പശ വെച്ച് ഒട്ടിച്ചിട്ടില്ല കേട്ടോ ഞാൻ ചെയ്തത്. സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ മേൽഭാഗത്ത് ഹോൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഹോൾ പഞ്ചർ കൊണ്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ട് ത്രെഡ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് A4 ഷീറ്റോ അല്ലെങ്കിൽ നിങ്ങളെ പഴയ നോട്ട്ബുക്കിൻ്റെ പേജസോ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഉണ്ടാക്കിയത് ഇതേ സെയിം സാധനം തന്നെയാണ്. നമുക്ക് ടു ഡു ലിസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതൊരു നല്ലൊരു ക്യാറ്റിൻ്റെ തീമിലാണ് കേട്ടോ ഇത് ഞാൻ സെറ്റാക്കിയിട്ടുള്ളത്. ഇതേ സെയിം പ്രോസസ്സ് തന്നെ. ഇതേപോലെ പിന്നെ ക്യാറ്റിൻ്റെ ഒരു പിക്ചർ വരച്ച് കൊടുത്തിട്ട് ഇതേപോലെ സെയിം ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് മേൽഭാഗത്ത് നമ്മൾ ഫെവിക്കോൾ പശ വെച്ച് പിന്നെ ഒന്നൊട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഈ ഔട്ട്ലൈൻ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കറുപ്പാക്കി എടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് ഓറഞ്ച് പെയിൻ്റാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് ക്രാഫ്റ്റാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ അപ്പോൾ ഇത്ര ഐറ്റംസാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ
വീഡിയോനെ പറ്റിയുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ യു.